ഞാൻ കുളിക്കുവാ. കൊറിയർ ഉണ്ടായിരുന്നു. ഫ്രണ്ട് വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. OTP ഇപ്പം പറയാം. 2252. ഓക്കെ, ഇവിടെ വെച്ചിട്ടുണ്ടേ. ഓക്കെ. കൊച്ചു കള്ള ബാത്റൂമിൽ ചെന്ന് പരിപാടി ആർക്കാ നീ ഫോണായിട്ടാ പോയേക്കുന്നത്. കൊണ്ട് വെച്ച് ഫേസ് വാഷിന് ഇത്രയും വലിയ ബോക്സോ? ഫേസ് വാഷ് എന്തേ? ഓർഡർ മാറിപ്പോയോ? റിട്ടേൺ കൊടുത്താലോ? വേണ്ട, 200 രൂപയുടെ ഫേസ് വാഷിന് പകരം 1500 രൂപയുടെ ഹെഡ്സെറ്റ്. ഇത് പൊളിച്ച്. കളല്ല, പിന്നെ എങ്ങനെ കണക്ട് ആക്കുന്നത്? വാലിഡിറ്റി 10 days. അതിപ്പോ ചൈനീസ് സാധനം ആണെങ്കിലും 6 മാസം വയ്ക്കത്തില്ലേ? 10 days 10 ദിവസം കഴിയുമ്പോൾ റിട്ടേൺ അടിക്കാമല്ലോ. കണക്ട് ആക്കിയില്ലല്ലോ. ഹലോ, ആരാ? ഹെഡ്സെറ്റിൽ നിന്നാണോ? ഹലോ, ഇത് ഞാനാ. ഇതാരാ അടുത്ത് സംസാരിക്കുന്നേ? ആരെ ഫോണോട്ട് കണക്ട് ആക്കിക്കുന്നേ? ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഹലോ ഹലോ, പറ്റിക്കാൻ നോക്കുന്നു. താനെന്തിനാ പറ്റിക്കുന്നേ? പറ്റിക്കാനോ? ആരെ പറ്റിച്ചു? എന്നെ പറ്റിച്ചു. തന്നെ പറ്റിക്കാനോ? ഞാനിവിടെ കുറുന്തോട്ടി ഉണ്ടോ നോക്കുമായിരുന്നു. ഈ ഹെഡ്സെറ്റുമായിട്ട് തന്റെ ഫോൺ കണക്ട് ഇല്ലയോ? പിന്നെ എന്റെ ഫോണൊന്നും കണക്ട് അല്ല. പോടാ, കള്ളം പറയാ. പോടാ അവിടുന്ന്. തന്റെ ഫോൺ ഇങ്ങെടുത്ത്. സൗണ്ട് ഇല്ല, ഓഫായി പോയി. 2 ആഴ്ച ചാർജ് ചെയ്തിട്ട്. എന്തിനാ എനിക്ക്? ഹലോ. സോറി, ആള് മാറിപ്പോയി. എനിക്കും തോന്നി. അല്ല, ഈ കുറുന്തോട്ടി എവിടെ കിട്ടും? ഇനി വീടിനകത്തുള്ള ആരെങ്കിലും ഇരിപ്പുണ്ടോ? എന്നെ കാണാൻ സാധിക്കില്ല. എന്താ? ഞാൻ അദർശ്യനാണ്. എവിടെയാ വലിയ ട്രാൻസ്മിറ്റർ റിസീവർ ഒക്കെ വെച്ച് ദൂരെ അങ്ങോട്ട് സംസാരിക്കില്ല. എനിക്കറിയാം, പറ്റിക്കാൻ വേണ്ടി. അല്ല സുഹൃത്തെ, ഈ ഹെഡ്സെറ്റിൽ കൂടെ മാത്രമേ നിനക്ക് എന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. അയ്യടാ, ഓരോ ഉടായിപ്പോയിട്ട് ഇറങ്ങിക്കോളൂ. ഹെഡ്സെറ്റ് പ്രേതോ? ഞാൻ ഫ്രിഡ്ജിലെ പ്രേതം കേട്ടിട്ടുണ്ട്, സിനിമയും കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ ഹെഡ്സെറ്റ് പ്രേതം. ഇതിങ്ങനെ വിട്ടാൽ പെടത്തില്ല. പോലീസ് സ്റ്റേഷനിലേ ഒരു പരാതിയും കൊടുക്കായിരിക്കും നല്ലത്. ഇത് കുറച്ച് സീനാ. എവിടെ പോയടാ? സ്റ്റേഷനിൽ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താ പറ്റി? എടാ, ഒരു പാഴ്സൽ വന്ന് മാറിപ്പോയടാ. അപ്പൊ അതൊന്ന് ജസ്റ്റ് കംപ്ലൈന്റ് കൊടുക്കാന്ന് വെച്ച് പോലീസ് സ്റ്റേഷനിൽ. ഒരു വെള്ളം എടുക്കട്ടെ? വെള്ളം ഏതാ നല്ലത്? ഏതാന്ന് നീ പറ. അത് ഇവിടെ നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ നാരങ്ങ വെള്ളമായിരിക്കും. ഇവിടെ നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഇവിടുത്തെ നാരങ്ങ വെള്ളമായിരിക്കും. എന്നാ ഒരു നാരങ്ങളോട്. എങ്ങനെയുണ്ട്? എടാ, 2 ലോട്ടറി എടുത്തിട്ട് പോടാ. ഇതടിക്കാനൊന്നും പോകുന്നില്ല. അടിക്കും, ഉറപ്പാ. ഈ 34-29 രൂപ അത് അടിക്കും. നീ എടുക്കും ഇങ്ങോട്ട്. 34-29 അല്ലേ? അടിക്കും. നീ അങ്ങോട്ട് എടു. എടുക്ക. എടുത്ത് 40, 20, 60 മൊത്തം കൂടെ നീ ഒരു 50 രൂപ ഇട്ടാ മതി. നമ്മളെ ഇറക്കാൻ എന്ത് ചെയ്യും? എടാ, നീ എടുത്ത ലോട്ടറിക്ക് അടിച്ചേ. നിന്റെ ലോട്ടറിക്ക് അടിച്ചെന്ന്. 1ാം സമ്മാനം. ഞാൻ പറഞ്ഞില്ലേ. ഹായ്, നല്ല ഉഴുന്നോടയും പരിപ്പോടയും. ചേട്ടാ, 2 ഉഴുന്നോട 2 പരിപ്പോട ചമ്മന്തി.
അരുത്, കഴിക്കരുത്. എന്താ കഴിച്ച? കഴിക്കാൻ പാടില്ല. ചേട്ടാ അല്ലെങ്കിൽ വേണ്ട. എന്താ കഴിച്ച കുഴപ്പമുണ്ട്? പക്ഷേ ആ ഉഴുന്നോടെയും പരിപ്പോടെയും കഴിക്കേണ്ടതായിരുന്നു. അളിയാ, നീ അറിയായിരുന്നോ? എന്താടാ? എടാ, നമ്മുടെ ജംഗ്ഷനിലുണ്ടല്ലോ ആ ബജിക്കട ഉണ്ടല്ലോ, അവിടുന്ന് ഫുഡ് കഴിച്ചവർക്കല്ല ഫുഡ് പോയിസൺ ആയെന്ന്. നീ അവിടുന്ന് വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചേനെ, പക്ഷെ കഴിച്ചില്ല. ഭാഗ്യം, 8ന്റെ പണി എല്ലാണത്തിനും കിട്ടിയേക്കുന്നത്. അതൊക്കെ പോട്ടെ. എടാ, നിനക്ക് ലോട്ടറി അടിച്ചായിരുന്നില്ലയോ? അടിച്ചായിരുന്നു. എടാ, അതിന്ന് ഒരു 80,000 രൂപ തരാവും ഹോസ്പിറ്റൽ കേസിന് അമ്മയ്ക്ക്. ഹോസ്പിറ്റൽ കേസിനാണോ? എന്നാ തരാടാ, അറേഞ്ച് ചെയ്യാം, കുഴപ്പമില്ല. നിക്ക്, അതവന്റെ ഗേൾ ഫ്രണ്ടിന് iPhone 16 Pro Max എടുക്കാൻ വേണ്ടി മാത്രമാണ്. ഐഫോൺ വാങ്ങാൻ 80,000 രൂപ മതിയോ? അതിന്റെ ബാക്കി എന്റെ. ശരി, എന്നാട്ടെ കിഡ്നി കൂടെ ചിലപ്പോൾ കിട്ടും പൈസ. ശരി എടാ, ഒരു 20,000 രൂപയെങ്കിലും താടാ, ലോട്ടറിക്ക് അടിച്ചല്ലേടാ. ശരി, പോയട്ടെ. നാളെ അടിക്കാൻ പോകുന്ന ലോട്ടറി നമ്പർ എന്ന് പറഞ്ഞു തരുമോ? പിന്നെന്താ, കാരുണ്യ പ്ലസ് PV 98 34 30. ചേട്ടാ, രാജൻസ് ഏജൻസി ആണോ ചേട്ടാ? അവിടെ ഈ വിന്നിന്റെ KL 9990 ടിക്കറ്റ് ഉണ്ടോ? അയ്യോ, അത് വിറ്റുപോയല്ലോ. വിറ്റുപോയോ? ആർക്കാ കൊടുക്കുന്ന അറിയാവോ? മേടിച്ചു വെക്കുവാണെങ്കിൽ ഞാൻ ഒരു ടിക്കറ്റിന് 4 രൂപ തരാം. തരുമോ? എന്നാ സെറ്റാക്കാം. ശരി ചേട്ടാ, അവിടെ നമ്മുടെ ഈ കാരുണ്യയുടെ PV പ്ലസ് 98 54 ഉപ്പുണ്ടോ? നമ്പർ ഉണ്ടല്ലോ. നമ്പർ ഇപ്പുണ്ടോ? എടുത്തു വെച്ചേക്കാം, ഇപ്പൊ വരാവേ. ഞാൻ ഫോൺ ചെയ്യാം. ചേട്ടാ, ഈ സിംഗപ്പൂർ ലോട്ടറി എങ്ങനെ ബുക്ക് ചെയ്യുന്ന അറിയാം? ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താ മതി. ലിങ്ക് ഒന്ന് വെച്ചോ. ശരി. ഇനി എനിക്ക് ആ PSCയുടെ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു തരാമോ? അതിനെന്താ, നാളത്തെ ആണോ? അതെ. സുമേഷിന് 5 വയസ്സ്, സുമേഷിന്റെ അച്ഛന് 40 വയസ്സ്, സുമേഷിന്റെ അമ്മയ്ക്ക് 35 വയസ്സ്. അങ്ങനെയാണെങ്കിൽ സുമേഷിന്റെ കൊച്ചേട്ടന്റെ അമ്മൂമ്മയുടെ നായർക്ക് എത്ര വയസ്സ്? അതപ്പോ അവർക്ക് എത്ര വയസ്സാ? 12. താങ്ക് യു. കേരളത്തിന് തെക്ക് നിന്നും വടക്കോട്ട് വീഴുന്ന നദിയിലെ ഊഷ്മാവിന്റെ അളവിൽ നിന്നുണ്ടാകുന്ന തൽപ്പടേക്ഷത്തിന്റെ കല്ലുകളുടെ വിത്തിന്റെ ആകീർണം കൃത്യമായിരിക്കും 4 സെന്റിമീറ്റർ. അപ്പൊ എനിക്ക് സാമ്പത്തികത്തിനുള്ളതുമായി ജോലിക്കുള്ളതുമായി ഇനി എനിക്കൊരു ആഗ്രഹമുണ്ട്. അവള് എന്നെ ഇഷ്ടമാണെന്ന് പറയണം. അതിന് നീ ഒരൊറ്റൊരു ഡയലോഗ് അടിച്ചാൽ മാത്രം മതി. അതെ, ഒന്നും പറഞ്ഞില്ല. അഖില, ഞാൻ എത്ര വട്ടം പറഞ്ഞു എനിക്ക് ഈ റിലേഷനോട് താല്പര്യമില്ല. അതെ, ഒരു കാര്യം, നിനക്ക് നഷ്ടപ്പെട്ടു പോയ അച്ഛൻ്റെ വാത്സല്യവും സ്നേഹവും എനിക്ക് തരാൻ പറ്റും. പറടാ. എടാ, കടയിൽ നിന്ന് എടുത്ത 34 29 ലോട്ടറി ഇല്ലയോ, അത് ഗവൺമെന്റ് ക്യാൻസൽ ആക്കി. അതെന്താ? എടാ, അതിന്റെ കുറെ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയായിരുന്നു, അതുകൊണ്ടാ. ശരി. ഹലോ. അല്ല, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ലോട്ടറി ക്യാൻസൽ ആയി പോയെന്നൊക്കെ പറയുന്നു. നിങ്ങൾ ആ ബോക്സിനുള്ളിലെ വാൾവിറ്റി പേപ്പർ നോക്കിയായിരുന്നു? ഞാൻ കാരണം താങ്കൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങളെല്ലാം 10 ദിവസം കഴിയുമ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. എൻ്റെ കയ്യിലുള്ള പൈസയും അവിടെ എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഈ ഹെഡ്സെറ്റ് വേറൊരാൾക്ക് കൈമാറണം. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കിട്ടിയ സൗഭാഗ്യങ്ങൾ അങ്ങനെ തന്നെ നിലനിൽക്കും. ആ എസ്റ്റേറ്റോ വേണം. ഞാൻ അന്നേരം വേറൊരു പ്രശ്നം പറ്റിയപ്പോൾ വേണ്ട. ഇവൻ ജോലിയും കൂലിയും ഒന്നുമില്ല നടന്നില്ലയോ? കുഴപ്പമൊന്നുമില്ല. ആ ശരി, ഓക്കെ. ചേട്ടാ, ഒരു കൊറിയർ ഉണ്ടായിരുന്നു. ഞാൻ കക്കൂത്തില. എന്നാ ഫ്രണ്ട് വെച്ചേക്കട്ടെ. ശരിയെന്നാ, ഓക്കെ. ഇത്രയും വലിയ ബോക്സോ? ഞാനത് ക്യൂടെക്സ് ആണല്ലോ ഓർഡർ ചെയ്ത്. മാറൊരു പാക്കിങ്.